നമസ്കാരം. മോർണിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ 13-ാം തീയതിയാണ്, ഞായറാഴ്ച, മീനം 30-ാം തീയതി. മോർണിംഗ് ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി ഏറ്റെടുക്കുന്ന കൽപ്പറ്റ എൽസ്റ്റഡ് എസ്റ്റേറ്റിലെ തൊഴിലാളികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുകയാണ്. ഇന്നു മുതൽ എസ്റ്റേറ്റിൽ പ്രതിഷേധിക്കാനാണ് തൊഴിലാളികളുടെ തീരുമാനം. തൊഴിലാളികൾക്ക് അർഹമായ ആനുകൂല്യം അനുവദിക്കാത്തതിനാലാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. സുർജിത്ത്, ഈ തീരുമാനം വന്നത് മുതൽ അവർ ഉയർത്തുന്ന ഒരാവശ്യമാണ്, പക്ഷേ അതിനോട് അനുകൂലമായൊരു സമീപനം ഉണ്ടായിട്ടില്ല. കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് തൊഴിലാളികളുടെ തീരുമാനം. ഈ പ്രതിഷേധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ ആലോചിക്കുന്നത്? സുർജിത്ത്, റിജിത്ത്, നിലവിൽ എൽസ്റ്റഡ് എസ്റ്റേറ്റിനകത്തൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ള തരത്തിലേക്കാണ് ട്രേഡ് യൂണിയനുകൾ, സംയുക്ത ട്രേഡ് യൂണിയൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഇനിയും ഉണ്ടായിട്ടില്ല. 11 കോടിയോളം രൂപ ആനുകൂല്യ ഇനത്തിൽ കിട്ടാനുണ്ട് എന്നുള്ളതാണ് തൊഴിലാളികൾ പറയുന്നത്. പ്രോവിഡന്റ് ഫണ്ടും ഗ്രാറ്റുവിറ്റിയും അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകാനുണ്ട്. സ്വാഭാവികമായും ഈ വിഷയം ഉയർത്തിക്കാട്ടിയാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ മാർഗത്തിലേക്ക് എത്താനുള്ള രീതിയിലേക്ക് ഇപ്പോൾ സംയുക്ത ട്രേഡ് യൂണിയൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ INTUC-യുടെ ഭാഗത്തു നിന്നൊരു പ്രതിഷേധം ഉയരുന്ന ഒരു നില ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് പുനരധിവാസ നടപടികൾ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള സമരത്തിലേക്ക് പോകാൻ ഇപ്പോൾ സംയുക്ത ട്രേഡ് യൂണിയൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതും വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടന്നിരുന്നു. ഒരു സർക്കാർ തല ചർച്ച, പ്രതിനിധി തല ചർച്ച നടന്നിരുന്നു. പക്ഷേ ആ ചർച്ചയിൽ വിഷുവിന് ശേഷമാകും ഇതുമായി ബന്ധപ്പെട്ട ആളുകളിൽ കിടക്കുക എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. ഇതേ തുടർന്നാണ് ഇങ്ങനെ പ്രതിഷേധത്തിന്റെ മാർഗത്തിലേക്ക് പോകാനുള്ള തീരുമാനത്തിലേക്ക് ഈ സംഘടനകൾ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണം എന്നുള്ള തരത്തിലുള്ള നിലപാട്, അതിൽ സമ്മർദ്ദം ചെലുത്താൻ സർക്കാർ തയ്യാറാകണം. മാനേജ്മെന്റ് 13 വർഷമായി പോലും ഇത്തരത്തിൽ ഒരു ഇവർക്ക് ലഭ്യമാക്കേണ്ട ആനുകൂല്യങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നുള്ള ആക്ഷേപമുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു ശക്തമായ സമരത്തിലേക്ക് പോകാൻ തൊഴിലാളി സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഹിയറിംഗിന് ലൈവ് സ്ട്രീമിംഗ് അനുമതി നിരസിച്ച ചീഫ് സെക്രട്ടറിയുടെ തീരുമാനത്തിനെതിരെ വിമർശനവുമായി എൻ പ്രശാന്ത് IAS ഫേസ്ബുക്ക് പോസ്റ്റ്. സ്വകാര്യ കേസുകളിലെ കോടതി ഹിയറിംഗ് പോലും സ്ട്രീം ചെയ്യുന്നു. വിവരാവകാശ പ്രകാരം എല്ലാ വിവരങ്ങളും പൊതുജനത്തിന് അറിയാൻ അവകാശമുണ്ട്. സർക്കാർ യോഗം ലൈവ് സ്ട്രീം ചെയ്യാൻ കൃഷിവകുപ്പ് അംഗീകാരം നൽകി. മടിയിൽ കനമില്ലാത്തവർ ഭയക്കുന്നതാണ് വിചിത്രമെന്നും എൻ പ്രശാന്ത് വിമർശിക്കുന്നുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥരെ പരിഹസിച്ച് മെനിഞ്ഞാന്നും പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിപ്പ് എഴുതിയിരുന്നു. അടുത്ത ബുധനാഴ്ചയാണ് ചീഫ് സെക്രട്ടറി ഹിയറിംഗ് വിളിച്ചിരിക്കുന്നത്. IAS തലപ്പത്തെ പോരിന് പിന്നാലെ എൻ പ്രശാന്ത് നിരന്തരം വിമർശനം ഉയർത്തിയതോടെയാണ് നേരിട്ട് വിശദീകരണം നൽകാൻ ചീഫ് സെക്രട്ടറി തീരുമാനിച്ചത്. മുംബൈ ഭീകരാക്രമണ കേസിൽ തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് 2ാം ദിവസം റാണയോട് തേടിയത്. ഹെഡ്ലിയെ സഹായിക്കാൻ നിയോഗിച്ച എംപ്ലോയി B എന്ന ജീവനക്കാരനെ സംബന്ധിച്ചും വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബൽറാം, പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിയുള്ള ചോദ്യം ചെയ്യൽ തുടരുന്നു. അതിൽ തന്നെ കേരള ബന്ധമടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ വിവരങ്ങൾ തേടുന്ന നടപടിയിലേക്ക് NIA കടക്കുന്നു. എന്താണ് പുതിയ വിവരങ്ങൾ? 3ാം ദിവസത്തെ ചോദ്യം ചെയ്യൽ, അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെ ബൽറാം? റിജിത്ത്, ഈ മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ തഹവൂർ റാണയെ ചോദ്യം ചെയ്യുന്നത് NIA തുടരുകയാണ്. NIA ആസ്ഥാനത്തെ പ്രത്യേക സെല്ലിലാണ് ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഈ ചോദ്യാവലി നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയിരുന്നു. എന്നാൽ ആ ഒരു സമയക്രമം അനുസരിച്ച് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നില്ല എന്നാണ് NIA വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. പ്രത്യേകിച്ചും തഹവൂർ റാണ ഈ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല. ആദ്യ ദിവസം 3 മണിക്കൂർ മാത്രമാണ് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞത്. എന്നാൽ 2ാം ദിവസം അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട് സാഹചര്യം എന്നാണ് ലഭ്യമാകുന്ന വിവരം. 2ാം ദിവസം പ്രധാനമായും തഹവൂർ റാണയോട് ഈ മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരനായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഹെഡ്ലിക്കായുള്ള സഹായങ്ങൾ ഇന്ത്യയിൽ ചെയ്തത് റാണയാണ് എന്നതിന്റെ തെളിവുകൾ നേരത്തെ തന്നെ NIAക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ യാത്ര ചെയ്യുന്നതിനും ഇന്ത്യയിലേക്ക് എത്തുന്നതിനും താമസ സൗകര്യം അടക്കമുള്ള ഹെഡ്ലിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തത് റാണയായിരുന്നു. ഒപ്പം തന്നെ ഹെഡ്ലിയെ സഹായിക്കാനായി നിയോഗിച്ച എംപ്ലോയി B എന്ന ജീവനക്കാരനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും NIA ഉന്നയിച്ചിട്ടുണ്ട്. ഈ എംപ്ലോയി Bക്ക് ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അയാൾക്ക് ലഭിച്ചിരുന്നു, ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. എംപ്ലോയി Bയെ ഡൽഹിയിൽ എത്തിക്കാനുള്ള നീക്കങ്ങളും NIA ആരംഭിച്ചിട്ടുണ്ട്.
കോടതിയുടെ അനുമതി ലഭിക്കുകയാണെങ്കിൽ റാണയ്ക്ക് ഒപ്പം ഇരുത്തി ഇയാള് ചോദ്യം ചെയ്യാനാണ് NIA നീക്കം. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമപരമായ നടപടികളും ആവശ്യമാണ് എന്നാണ് NIA വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. ഒപ്പം തന്നെ റാണയ്ക്ക് ഈ സെല്ലിനകത്തും കനത്ത സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട്. സ്കെച്ച് പെന്ന് മാത്രമാണ്, അതായത് ലോഹ ഉപകരണങ്ങൾ ഒന്നും തന്നെ ഇയാൾ ഉപയോഗിക്കാതിരിക്കാനുള്ള മുൻകരുതൽ NIA സ്വീകരിച്ചിരിക്കുന്നു. നേരത്തെ കോടതിയിലും സമാനമായ നടപടിയാണ് ഉണ്ടായത്. കോടതിയിൽ തന്നെ റാണയ്ക്ക് എഴുതാനായി നൽകിയത് സ്കെച്ച് പെൻ ആയിരുന്നു ഇയാളെ ഹാജരാക്കിയ ഘട്ടത്തിൽ. ഒപ്പം തന്നെ തന്റെ അഭിഭാഷകനുമായി ബന്ധപ്പെട്ടും റാണ ചില ഉപാധികൾ കോടതിക്ക് മുന്നിൽ വെച്ചു എന്നാണ് NIA വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ചും തന്റെ പേരിൽ, തന്റെ അഭിഭാഷകൻ എന്ന പേരിൽ പ്രശസ്തനാകാൻ ശ്രമിക്കുന്ന ഒരാൾ തനിക്ക് അഭിഭാഷകനായി വേണ്ട എന്നായിരുന്നു റാണ മുന്നോട്ട് വെച്ച ഉപാധി. എന്നാൽ ലീഗൽ സർവീസുമായി ബന്ധപ്പെട്ടുള്ള അഭിഭാഷകനാണ് റാണയ്ക്ക് വേണ്ടി ഹാജരാകുന്നത് എന്ന് NIA ഒപ്പം തന്നെ കോടതിയും അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഈ അഭിഭാഷകനുള്ള ഉപാധികൾ റാണ എഴുതി നൽകുകയായിരുന്നു. അഭിഭാഷകൻ മാധ്യമങ്ങളെ കാണരുത് എന്നതടക്കമുള്ള ഉപാധികളാണ് റാണ എഴുതി നൽകിയത്. നേരത്തെ തന്നെ ഈ റാണയെ കോടതിയിൽ ഹാജരാക്കിയ ഘട്ടത്തിൽ ഏതാണ്ട് 3.5 മണിക്കൂറിലധികം സമയമാണ് ഈ നടപടിക്രമങ്ങൾക്കായി ആവശ്യമായി വന്നത്. അതിൽ 1 മണിക്കൂറിലേറെ സമയം ഇന്നലെ പുറത്തു വന്ന വിവരപ്രകാരം ഈ ചോദ്യം ചെയ്യലിനോട്, നിർണായകമായ ചോദ്യങ്ങളോട് സഹകരിക്കുന്നില്ല റാണ എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. രാജ്യത്തിൻ്റെ പലയിടങ്ങളിൽ റാണ സഞ്ചരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ എന്തിനു പോയി? അതിൽ തന്നെ ചിലയിടത്ത് യുവാക്കളെ ഭീകരവാദ റിക്രൂട്ട്മെൻറ്റിനായി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായി എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഓരോ ഇടത്തും പല രീതിയിലുള്ള സഹായങ്ങൾ റാണയ്ക്ക് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഇപ്പോഴും ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാത്ത സമീപനം റാണ സ്വീകരിക്കുന്നുണ്ടോ? ഈ ഓരോ ഇടങ്ങളിലും സഹായം നൽകിയവരിലേക്ക് എത്താൻ NIAക്ക് കഴിയുന്നുണ്ടോ ബൽറാം? റിജിത്ത്, ഈ റാണ ഇന്ത്യയിൽ പലയിടത്തും ഈ ഭീകരാക്രമണത്തിന് മുമ്പായി തന്നെ ഇന്ത്യയിൽ പലയിടത്തും കേരളം, ഡൽഹി അടക്കമുള്ള ഇടങ്ങളിൽ സന്ദർശനം നടത്തിയതായുള്ള തെളിവുകൾ NIAക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും റാണയോട് ഉന്നയിച്ചിരുന്നു. ഈ ഘട്ടങ്ങളിൽ തുടർന്നുള്ള ഈ സ്ഥലങ്ങളിൽ മറ്റ് സഹായം ആഭ്യന്തരമായി ലഭിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ NIA പരിശോധിച്ചു വരുന്നുണ്ട്. എന്നാൽ ചോദ്യം ചെയ്യലിനോട് റാണ പൂർണ്ണമായും ഇപ്പോഴും സഹകരിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് NIA വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. പല ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി റാണ നൽകുന്നില്ല. ഒപ്പം തന്നെ ഓർമ്മ ഇല്ല എന്ന തരത്തിലുള്ള മറുപടികൾ റാണ നൽകുന്നു എന്ന് തുടങ്ങിയവയാണ് NIAക്ക് വലിയ വെല്ലുവിളിയായി മാറുന്നത് എന്നുമാണ് NIA വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ അടുത്ത ചോദ്യം ചെയ്യൽ ഘട്ടത്തിൽ ഇതുകൂടി പരിഗണിച്ചുള്ള ചോദ്യാവലിയാണ് NIA തയ്യാറാക്കുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു. നാളെയാണ് വിഷു. കണിയൊരുക്കുന്നതിലും സദ്യ ഒരുക്കുന്നതിനും ഒക്കെയായി സാധനങ്ങൾ വാങ്ങുന്നതൊക്കെ തിരക്കിലായിരിക്കും മലയാളികളെല്ലാം. വിഷു വിപണികൾ സജീവമാണ്. കൊച്ചി നഗരത്തിലെ വിഷു വിപണിയുടെ കാഴ്ചകളിലേക്കാണ് ഇനി പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. മലയാളികൾ കണി കണ്ടുണരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. വിഷു ആയാലും ക്രിസ്മസ് ആയാലും ഓണമായാലും ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് കൊച്ചിക്കാരെ സംബന്ധിച്ചോളം ബ്രോഡ്വേ. ബ്രോഡ്വേയിലെ വിഷു കാഴ്ചകൾ എന്തൊക്കെ നോക്കാം. വിഷുക്കാലത്ത് ആദ്യം മനസ്സിലെത്തുക കൊന്നപ്പൂക്കളാണ്. കണിക്കൊന്നയില്ലാതെ എന്ത് വിഷു? ഒറിജിനൽ കണിക്കൊന്നാന്ന് പറഞ്ഞാൽ 10-15 മിനിറ്റ് കഴിഞ്ഞാൽ ഈ സാധനം മുഴുവൻ കൊഴിഞ്ഞു പോകും. ഇതാണെങ്കിൽ അവിടെ കിടന്നോളും, നല്ല ഭംഗിയിൽ കിടന്നോളും. അതാണ് ഇത് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതും കൂടെ ചേർത്ത് ഇടുകയാണ് ചെയ്യുന്നത്. വിഷുക്കണിയിൽ കൃഷ്ണനാണല്ലോ പ്രധാനി. പല നിറത്തിൽ പല ഭാവത്തിലുള്ള കണ്ണന്മാർ കൊച്ചി ബ്രോഡ്വേയിൽ തയ്യാറാണ്. കണ്ണന്മാർ പല മെറ്റീരിയലാണുള്ളത്. ഫൈബർ, POP, മെറ്റല്, അങ്ങനെ എല്ലാം. സമ്പൽ സമൃദ്ധിയുടെ ഉത്സവമായതിനാൽ തന്നെ പച്ചക്കറികളും പഴങ്ങളും ഉണ്ടെങ്കിലേ കണി പൂർണ്ണമാകും. ഏറ്റവും കൂടുതൽ കണിമത്തൻ, കണിവെള്ളരി, കണിച്ചക്ക, ആ 3 ഐറ്റത്തിനാണ് ഡിമാൻഡ്.
വിഷുവും മാമ്പഴക്കാലവും ഒരുമിച്ചായതിനാൽ മാമ്പഴവും വേണമല്ലോ കണി കണ്ടുണരാൻ. സാധാരണ തരം കച്ചവടമില്ല, പഴയ പോലത്തെ കച്ചവടമൊന്നുമില്ല. ഇനി ബ്രോഡ്വേയിലെ പടക്കക്കട തേടിയായിരുന്നു യാത്ര. പതിവ് ഐറ്റങ്ങൾക്ക് പുറമെ പറക്കും ചക്രം, 90 വാട്ട്സ്, 120 വാട്ട്സ് പടക്കങ്ങൾ, കോക്ടെയിൽ, മൊജീറ്റോ തുടങ്ങിയവയാണ് ഇത്തവണത്തെ പ്രധാന ആകർഷണങ്ങൾ. മൊത്തത്തിൽ നമുക്ക് അടിപൊളിയാക്കണമല്ലോ, അതാണല്ലോ ആകെ കൂടി ഒരു വിഷു എന്ന് പറഞ്ഞാൽ മെയിൻ കച്ചവടമാണല്ലോ ഇതിൻ്റെ. പതിവ് പോലെ സാധനങ്ങളുടെ വിലയെപ്പറ്റിയും ഗുണനിലവാരത്തെപ്പറ്റിയും വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും മാർക്കറ്റിലെ തിരക്കിനെ ബാധിക്കുന്നേയില്ല. വിലക്കുറവ് പൊതുവേ ഇത്തിരി വില കൂടുതലാണ് ഏക്കത്തിന്. ഇല്ല, വില കൂടുതലാ. അതെ അതെ, പൈസ കുറവായിട്ട് വന്നതല്ല, എന്തായാലും പൈസ കൂടുള്ളൂ. ഈ ദിവസങ്ങളാവുമ്പോൾ ഈ 2 ദിവസം എന്തായാലും പൈസ കൂടുതലായിരിക്കും. മലയാളികൾ വിഷു ഒരുക്കങ്ങൾക്കായുള്ള പാച്ചിലാണ്. മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ, 1.5 പാച്ചിൽ വേണം. ഐശ്വര്യത്തിനെയും സമ്പൽ സമൃദ്ധിയുടെ വിഷുവിനെ വരവേൽക്കാൻ അക്ഷരാർത്ഥത്തിൽ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. കൂട്ടത്തിൽ കൊച്ചി ബ്രോഡ്വേയും. AS അഭിജിത്തിനൊപ്പം YS അഭിനന്ദ്, 24. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ആശാ വർക്കേഴ്സിന്റെ സമരം ഇന്ന് 63ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. സമരം തുടങ്ങി 2 മാസമായിട്ടും അനുകൂല തീരുമാനമുണ്ടാകാത്തതിനാൽ കൂടുതൽ കടുത്ത സമരരീതികൾ പരീക്ഷിക്കാനാണ് സമരക്കാരുടെ തീരുമാനം. സമരത്തിന്റെ അടുത്ത ഘട്ടം ഉടൻ പ്രഖ്യാപിച്ചേക്കും. സലീം മാലിക് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലീം, ഇത്രയും ദിവസം അതിൽ തന്നെ പല രീതിയിലുള്ള സമരമുറകൾ, സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവർക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന പിന്തുണ, നാളെ ഇപ്പോൾ വിഷുവാണ്. എങ്ങനെയാണ് സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ ആലോചിക്കുന്നത് സലീം? രഞ്ജിത്ത്, സമരം 2 മാസം പിന്നിട്ട് കഴിഞ്ഞു. 63 ദിവസം എന്നുള്ളതൊരു ചെറിയ കാലയളവല്ല. ഇക്കാലയളവിനിടയിൽ പലതരത്തിലുള്ള സമരരീതികൾ അവർ പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു. പല ഘട്ടങ്ങൾ കടന്നു. അതിനുശേഷം സമരത്തിന്റെ മറ്റൊരു ഘട്ടം ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ സമരത്തിന്റെ അടുത്ത ഘട്ടം എന്ന നിലയിൽ ഇന്ന് തന്നെ ആ പ്രഖ്യാപനം ഉണ്ടായേക്കും. കാരണം ഇന്നലെ ഈ സമരവേദിയിൽ പൗരസാഗരം എന്ന പേരിൽ ഒരു വലിയ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഈ സമരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തുകയും അത് വലിയ ആൾക്കൂട്ടത്തെ സംഘടിപ്പിക്കാനും കഴിഞ്ഞിരുന്നു. ഈ 63 ദിവസവും ഈ സമരക്കാർക്ക് ഇത്രയും അധികം ആൾക്കൂട്ടത്തെ സംഘടിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതും ഈ ആശാ വർക്കേഴ്സിനെ ഇവർക്കൊപ്പം നിർത്താൻ കഴിയുന്നു എന്നുള്ളതും ഇപ്പോഴും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയായി തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ സർക്കാർ എന്തുകൊണ്ട് അനുകൂലമായൊരു തീരുമാനം എടുക്കുന്നില്ല എന്ന ചോദ്യത്തിന് മാത്രം ഇപ്പോഴും ഉത്തരവുമില്ല. ഈ ദിവസങ്ങൾക്ക് മുൻപാണ് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുമായി സമരക്കാർ ചർച്ച നടത്തിയത്. അതിലൊരു പോസിറ്റീവായ, കഴിഞ്ഞ കുറേ കാലങ്ങൾക്കിടയിൽ നടന്ന ചർച്ചകൾക്കിടയിൽ പോസിറ്റീവായ സ്വഭാവത്തിൽ ഒരു ചർച്ച പൂർത്തിയായത് മന്ത്രി വി ശിവൻകുട്ടിയുടെ ചർച്ചയാണ്. ആ ചർച്ചയ്ക്ക് ശേഷം ആരോഗ്യമന്ത്രിയുമായി സംസാരിക്കും, മുഖ്യമന്ത്രിയുമായി സംസാരിക്കും. അതിനുശേഷം സമരക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചു വരുത്തും എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ഇവർക്ക് വാക്ക് നൽകിയതാണ്. പക്ഷേ ഇതുവരെ അത്തരത്തിലുള്ളൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അതെന്തുകൊണ്ട് വൈകുന്നു എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. പക്ഷേ വളരെ വേഗത്തിൽ തന്നെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുങ്ങും. അതിന് മന്ത്രി വി ശിവൻകുട്ടി തന്നെ മുൻകൈ എടുക്കും എന്നുള്ള പ്രതീക്ഷ ഇപ്പോഴുമുണ്ട്. കാരണം ഈ സമരക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 മാസമായി ശമ്പളമില്ലാതെ അതല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. വലിയ വിമർശനങ്ങളൊക്കെ ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടും അവർ ആ സമരത്തിൽ നിന്ന് പിന്മാറാനും തയ്യാറായിട്ടില്ല. അതിനിടയിൽ അനിശ്ചിതകാല നിരാഹാര സമരം കൂടി തുടരുന്ന പശ്ചാത്തലവുമുണ്ട്. ഇപ്പോൾ ഈ സമരവേദി ഉണർന്നു വരുന്നതേ ഉള്ളൂ. എല്ലാ ദിവസവും നമുക്ക് കാണാൻ കഴിയും ഈ സമരവേദിയിലേക്ക് നിരവധി ആളുകൾ ഇവിടേക്ക് പിന്തുണയുമായി എത്തുന്നതൊക്കെ. പകൽ സമയത്ത് ആ നിലയിൽ ഈ സമരവേദി ഉണർന്നു വരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇന്ന് ഈ നിരാഹാര സമരം തുടങ്ങി 25 ദിവസം കൂടി പൂർത്തിയായിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് ഈ നിരാഹാര സമരത്തിൻ്റെയും ഈ 25 ദിവസം നീളുന്ന നിരാഹാര സമരവും ഒപ്പം തന്നെ 63 ദിവസം നീളുന്ന ഒരു രാപ്പകൽ സമരവും സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടന്നിട്ട് സർക്കാരിന് ഇനിയും അതിലൊരു അനുകൂല തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ചും അത് സംസ്ഥാനത്തിന്റെ ആകെ ശ്രദ്ധയാകർഷിച്ച ഒരു സമരമാണ്. അതിലൊരു അനുകൂല തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ സർക്കാർ അത് വലിയ വിമർശനം ഇനി നേരിടേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് സർക്കാരിന്റെ അടുത്ത നീക്കം എന്താണ് എന്നുള്ള കാര്യത്തിലാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 2 ആവശ്യം മാത്രമാണ് ഇപ്പോൾ ഈ സമരക്കാർ ഉയർത്തുന്നത്. അത് ഒന്ന് ഓണറേറിയ വർധനം, അത് 21,000 രൂപയാക്കുക. താൽക്കാലികമായ ഏതെങ്കിലും കമ്മിറ്റി ഉപയോഗിച്ച് പഠിച്ചതിന് ശേഷമേ ആ തീരുമാനം നടപ്പിലാക്കാൻ കഴിയുള്ളെങ്കിൽ ഒരു 3,000 രൂപയെങ്കിലും വർദ്ധിപ്പിച്ചതിന് ശേഷം ആ പഠന കമ്മിറ്റിയിലേക്ക് പോവുക എന്ന വളരെ ന്യായമായ ആവശ്യം. ഒപ്പം തന്നെ റിട്ടയർമെന്റ് ആനുകൂല്യം നൽകുക എന്ന ആവശ്യം. ഈ 2 ആവശ്യം മാത്രമാണ് ഈ ഘട്ടത്തിൽ ഈ സമരക്കാർ ഉയർത്തുന്നത്. അതുപോലെ സമരത്തിന്റെ അടുത്ത ഘട്ടം ഉടൻ പ്രഖ്യാപിക്കും എന്നാണ് സമരം ചെയ്യുന്ന ആശമാർ അറിയിക്കുന്നത്. സമരം ഇന്ന് 63ാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. കർണാടകയിൽ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്കായി ഈ മാസം 17-ാം തീയതി മന്ത്രിസഭാ യോഗം ചേരും. OBC വിഭാഗത്തിനുള്ള സംവരണം 32% നിന്ന് 51% ഉയർത്താൻ ജാതി സെൻസസ് റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. സംസ്ഥാനത്ത് SC, ST, OBC വിഭാഗങ്ങൾ 94% ഉണ്ട് എന്നാണ് സർവേ റിപ്പോർട്ട്.
1.5 കോടി പേർ SC/ST വിഭാഗത്തിലും 75 ലക്ഷം പേർ OBC വിഭാഗത്തിലും പെട്ടവരാണ്. സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംവരണത്തിൽ മാറ്റം വരുത്താനാണ് സർക്കാർ നീക്കം. BJPയും JDSഉം വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരായി ബംഗാൾ മുർഷിദാബാദിലെ പ്രതിഷേധത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ മരണം 3 ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായി വിവരം. 5 കമ്പനി BSF സേനയെ കൂടി മേഖലയിൽ വിന്യസിച്ചു. ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് സാഹചര്യം വിലയിരുത്തി. അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുവരെ 120ഓളം പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മുർഷിദാബാദിൽ നിരോധനാജ്ഞ തുടരുകയാണ്. കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ കേന്ദ്രസേനയെ ഇന്ന് വിന്യസിക്കും. നിംതിത, ഷംഷേർഗഞ്ച്, ജംഗീപൂർ, ജഫ്രാബാദ് പ്രദേശങ്ങളിൽ സംഘർഷ സാഹചര്യം നിലവിലുണ്ട്. '24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ ലഹരിക്കും അക്രമത്തിനുമെതിരെ നടത്തുന്ന കേരള യാത്ര പര്യടനം തുടരുന്നു. VPS Lakeshore presents SKN40 presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, Leela Ravis. Celebrating partners, Joya Lucas, Jain Deemed to be University Kochi, Crown Plaza, Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Group of Educational Institutions, Medimix, Rich Max Finvest, Region Care, Benny's Royal Tours Private Limited, Pyramid Agro Multi-State Cooperative Society Limited, G-Tech Computer Education, Milma, New Rajasthan Marbles. ലഹരിക്കെതിരായ പോരാട്ടത്തിന്റെ സന്ദേശവുമായി 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന ജനകീയ കേരള യാത്ര ഇന്ന് വയനാട് ജില്ലയിൽ രാവിലെ 7-ന് പുൽപ്പള്ളി സീതാ ലവകുശ ക്ഷേത്രാങ്കണത്തിൽ നിന്ന് പ്രത്യേക മോർണിംഗ് ഷോ തുടങ്ങും. ബസ് സ്റ്റാൻഡ് പരിസരം, പുൽപ്പള്ളി, സെന്റ് ജോർജ് മലങ്കര കാത്തലിക് പള്ളി അങ്കണം എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം ബാവലി ചെക്ക് പോസ്റ്റിലേക്ക് എത്തും. ബാവലി മക്കാമിലും SKN-എത്തും. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം 3-ന് മാനന്തവാടി ഗാന്ധി പാർക്ക്, രാത്രി 7-ന് മാനന്തവാടി പഴശ്ശി പാർക്ക് എന്നിവിടങ്ങളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി നടക്കും. നാളെ സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ് മോർണിംഗ് ഷോ തുടങ്ങുന്നത്. തുടർന്ന് സെന്റ് മേരീസ് കോളേജ് ഹാപ്പിനെസ് ഫെസ്റ്റ് വേദിയിലും ജനകീയ യാത്രയെത്തും. മീനങ്ങാടി കമ്മ്യൂണിറ്റി ഹാൾ കുടുംബശ്രീ സംഗമം, മുട്ടിൽ WMO യത്തീംഖാന, കൽപ്പറ്റ വയനാട് എക്സ്പോ എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം യാത്ര കോഴിക്കോട്ടേക്ക് നീങ്ങും. മയക്കുമരുന്ന് ദുരുപയോഗത്തെക്കുറിച്ച് അവബോധം പ്രചരിപ്പിക്കുന്നതിനും അഭിനിവേശവും സർഗാത്മകതയും ഉത്തേജിപ്പിക്കുന്നതിനും 8 കൗമാരക്കാർ ആതിഥേയത്വം വഹിക്കുന്ന റവ് ഈറ്റപ്പ് കാർ മീറ്റ് നടന്നു. കാക്കനാട് ഇൻഫോ പാർക്ക് കാസ്പിയൻ ടെക് പാർക്കിലായിരുന്നു കാർ മീറ്റ്. ഓട്ടോമോട്ടീവ് സംസ്കാരത്തിന്റെ ഭംഗി പ്രദർശിപ്പിക്കുന്ന വിദേശ വാഹനങ്ങൾ, ജനക്കൂട്ടത്തെ ചലിപ്പിക്കാൻ കഴിയുന്ന പമ്പിംഗ് ബീറ്റുകൾ എന്നിവയായിരുന്നു പരിപാടിയുടെ പ്രധാന ആകർഷണം. മയക്കുമരുന്നുകൾക്കല്ല, കാറുകൾക്കടിമകളാകാനും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുക എന്ന സന്ദേശവുമായിരുന്നു പരിപാടി. ഇന്ന് ഓശാന ഞായറാണ്. യേശു ക്രിസ്തുവിന്റെ ജെറുസലേം നഗരപ്രവേശനത്തെ അനുസ്മരിച്ചാണ് ക്രൈസ്തവ വിശ്വാസികൾ ഓശാന പെരുന്നാൾ ആചരിക്കുന്നത്. ഓശാന ഞായറോടെ പീഡാനുഭവ വിശുദ്ധ വാരാചരണത്തിനും തുടക്കമാവുകയാണ്. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആൻമരിയ, ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ, കുരുത്തോല പ്രദർശനം എവിടെയാണ് നിൽക്കുന്നത്? വിശദാംശങ്ങൾ എന്താണ് ആൻമരിയ? നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടപ്പള്ളി തോപ്പിൽ മേരി ക്വീൻ പള്ളിയിലാണ്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപത അധ്യക്ഷനായിട്ടുള്ള മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ നേതൃത്വത്തിലുള്ള തിരുക്കർമ്മങ്ങൾക്കാണ് ഓശാന ഞായറാഴ്ച ഇന്ന് സാക്ഷ്യം വഹിക്കാനായിട്ട് പോകുന്നത്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. അതായത് വിശുദ്ധവാര ദിവസത്തിലേക്ക് ക്രിസ്ത്യാനികൾ കടക്കുകയാണ്. 50 നോമ്പുകൾ എടുത്ത് 40-ാം വെള്ളിയോടെ
അതിനുശേഷം ഓശാന ഞായറാഴ്ച, പെസഹ ബുധൻ, പെസഹ വ്യാഴം, ദുഃഖവെള്ളി, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഈ രീതിയിലേക്കായിരിക്കും ഇനി ക്രിസ്ത്യാനികൾ കടക്കുന്നത്. അതായത് വിശുദ്ധവാര ദിവസങ്ങളിലേക്ക് ക്രിസ്ത്യാനികൾ കടക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉയർത്തി കുരുത്തോലകളേന്തി ക്രൈസ്തവർ ഓശാന പെരുന്നാൾ ആഘോഷിക്കുന്നത് സഹനത്തിന്റെയും കുരിശുമരണത്തിന്റെ ദിനങ്ങളായ വാരത്തിനാണ്. ഇതോടെ തുടക്കമാണ്. അതായത് വലിയ നോമ്പിന്റെ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മകളാണ് ഇവിടെ കാണുന്നത്. ജെറുസലേമിലേക്ക് രാജകീയമായി പ്രവേശിപ്പിച്ചുകൊണ്ട് യഹൂദന്മാര് ഇരു കൈകളിലും ഓശാനകളേന്തി, ഓലകളേന്തി യേശുവിനെ രാജകീയമായി ജെറുസലേമിലേക്ക് സ്വീകരിക്കുന്നതിന്റെ സ്മരണ കൂടിയാണ് ഇത് ഉയർത്തിക്കാട്ടുന്നത്. അതായത് ഒരു രാജാവിനെ പോലെ കഴുതക്കുട്ടിയുടെ പുറത്ത് ഏറെ നിഷ്കളങ്കനായി ഒരു സാധാരണക്കാരനെ പോലെ യേശു ജെറുസലേമിലേക്ക് എഴുന്നേൽക്കുന്നതിന്റെ സ്മരണകളാണ് ഉയർത്തുന്നത്. ഇത് ഈ ഓശാനകൾ കയ്യിലേന്തി, ഓലകൾ കയ്യിലേന്തി ഓശാന ഞായറാഴ്ച പ്രതിഷേധത്തോടു കൂടിയായിരിക്കും ഓശാന. ശരി, ആൻ മരിയ സണ്ണി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഇടപ്പള്ളിയിൽ നിന്ന് പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾക്ക് തുടക്കമാകുന്നു. പിന്നീട് 1 മണിക്കൂറുകളിൽ കുരുത്തോല പ്രദർശനവും നടക്കാൻ പോവുകയാണ്. ആൻ മരിയ അതിൻ്റെ വിവരങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. ആ റിപ്പോർട്ടോടുകൂടി മോർണിംഗ് ന്യൂസിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.